നമസ്കാരം. ദളപതി വിജയ് ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല പാൻ ഇന്ത്യ ലെവലിൽ തന്നെ ഏറ്റവും അധികം ആരാധകരുള്ള സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളാണ്. വിജയ് ഇപ്പോൾ സിനിമയൊക്കെ അവസാനിപ്പിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഏറെക്കുറെ ഇറങ്ങിക്കഴിഞ്ഞു. തമിഴ് വെട്രി കഴകം എന്ന TVK എന്ന പാർട്ടി രൂപീകരിച്ചു. സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണ്. അതിൻ്റെ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ ഉണ്ടാവുകയാണ്. ഈ ഘട്ടത്തിൽ വിജയ് ആരുടെ ഒപ്പം എന്ന ചോദ്യം വളരെ പ്രസക്തമായി എല്ലായിടത്തും ഉയരുന്നുണ്ട്. ഒരു സംശയവും വേണ്ട, രാഹുൽ ഗാന്ധിക്കൊപ്പം ഇന്ത്യ മുന്നണിക്കൊപ്പം എന്നതിനപ്പുറത്തേക്ക് വിജയ്ക്ക് മറ്റൊരു തരത്തിലും ചിന്തിക്കാനില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് ഈ പറയുന്ന തമിഴ് വെട്രി കഴകം എന്ന് പറയുന്ന വിജയുടെ പാർട്ടിയുടെ പ്രഖ്യാപനം, അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ പരിപാടി നടക്കാൻ പോവുകയാണ്. ആ പരിപാടിയിലേക്ക് രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതുപോലെ DK ശിവകുമാർ, രേവന്ത് റെഡ്ഡി അടക്കമുള്ള ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ പ്രഗത്ഭരായ കോൺഗ്രസിൻ്റെ പ്രഗത്ഭരായ നേതാക്കളെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ക്ഷണിച്ചിട്ടുണ്ട്. ഇതോടുകൂടി തമിഴ്നാട്ടിൽ ഒന്നുമല്ലാതായി മാറുന്നത് സംഘപരിവാറാണ്. കാരണം BJPയുടെ തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലൈ എന്ന അണ്ണാമലൈ കുപ്പുസ്വാമി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ഒക്കെ നേരിട്ടുള്ള നിയമനമായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. IPSകാരനായിരുന്ന അണ്ണാമലൈ ഒരു സുപ്രഭാതത്തിൽ IPS പദവി രാജിവെക്കുന്നു. പിന്നീട് അദ്ദേഹത്തെ കാണുന്നത് BJPയുടെ തമിഴ്നാട് അധ്യക്ഷൻ എന്ന നിലയിലാണ്. അതിനുശേഷം നിരവധിയായ പോരാട്ടങ്ങൾ, അതായത് വാക്പോരുകൾ BJP നേതൃത്വവും അല്ലെങ്കിൽ അണ്ണാമലയും MK സ്റ്റാലിനും അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്, നേർക്കുനേർ. അതായത് അണ്ണാമലയ്ക്കെതിരെ അവിടുത്തെ മുഖ്യമന്ത്രിയായ MK സ്റ്റാലിൻ പറയുന്നു, അദ്ദേഹത്തിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതുപോലെ അവിടുത്തെ DMK മുന്നണിയോടൊപ്പമുള്ള പല സംഘടനകളുടെയും നേതാക്കൾ രൂക്ഷമായി അണ്ണാമലയെ വിമർശിക്കുന്നു. അണ്ണാമല ഇതിനൊക്കെ മറുപടി കൊടുക്കുന്നു, ട്രോൾ അടിക്കുന്നു, മസിൽ പിടിച്ച് നടക്കുന്നു, BGM ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇതുവരെ തമിഴ്നാട്ടിൽ BJP കാണാത്ത വിധത്തിലുള്ള പല ഓപ്പറേഷനുകളും, അതായത് ഈ തരത്തിലുള്ള സിനിമാറ്റിക് ഓപ്പറേഷനുകൾ പലതും നടത്തിയിട്ടുള്ള ആളാണ് അണ്ണാമലൈ. എന്നാൽ വിജയത്തിൻ്റെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ BJP അധ്യക്ഷൻ K സുരേന്ദ്രൻ അവകാശപ്പെടാൻ കഴിയുന്ന നേട്ടം പോലും അണ്ണാമലയ്ക്ക് ഉണ്ടായിട്ടില്ല. ഒരു ബൂത്തിൽ നിന്ന് ഒരു വോട്ടൊക്കെയാണ് അണ്ണാമലയ്ക്ക് കിട്ടിയത്. കോയമ്പത്തൂരിൽ മത്സരിച്ചു, പക്ഷേ 8 നിലയിൽ പൊട്ടി. അപ്പോൾ അണ്ണാമലൈ അങ്ങനെ BJPയിൽ തമിഴ്നാട്ടിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അതെങ്ങനെയാണ്? ജയലളിതയുടെ പാർട്ടിയായ പ്രതിപക്ഷ പാർട്ടിയായ ADMKയെ പിളർത്തി ADMKയിൽ നിന്ന് കുറേ ആളുകളെ കൂടെ കൂട്ടി അവിടെ ഒരു വലിയ ഭിന്നിപ്പുണ്ടാക്കി BJP പല സംസ്ഥാനങ്ങളിലെയും പ്രാദേശിക പാർട്ടികളെ പൊളിക്കുന്നത് പോലെ അവിടെ ADMKയെ പൊളിച്ചുകൊണ്ട് അവിടെ ഒരു പ്രധാന പ്രതിപക്ഷമായി വരാം എന്നുള്ളതായിരുന്നു ഈ അണ്ണാമലയുടെയും BJPയുടെയും ചിന്ത. എന്നാൽ വിജയുടെ പാർട്ടി TVK വരുന്നതോടുകൂടി അത് ഇന്ത്യ മുന്നണിയോടൊപ്പമാണ് എന്ന് വിജയ് ഇപ്പോൾ തന്നെ ഏറെക്കുറെ നിലപാടെടുത്തത് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് രാഹുൽ ഗാന്ധിയൊക്കെ ക്ഷണിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതോടുകൂടി BJPയുടെ ദക്ഷിണേന്ത്യൻ സ്വപ്നമാണ് അക്ഷരാർത്ഥത്തിൽ തകർന്നടിയാൻ പോകുന്നത്. കാരണം ADMK എന്ന് പറയുന്ന ജയലളിതയുടെ പാർട്ടി, MGRൻ്റെ പാർട്ടി, ആ പാർട്ടിയിലെ അണികൾ, നേതാക്കളൊക്കെ സിനിമാ താരങ്ങളെ നേതാക്കളാക്കി കണ്ട് വളർന്ന ആളുകളാണ്. അതായത് MGR ഉണ്ടായിരുന്നു, അതിനുശേഷം ഈ പറയുന്ന ജയലളിത വന്നു. ജയലളിതയ്ക്ക് ശേഷം അതുപോലൊരു താരാരാധന നൽകാൻ കഴിയുന്ന ഒരാൾ ഈ DMK മുന്നണിയിൽ പെടാത്ത ഈ ADMK അടക്കമുള്ള മുന്നണികളുടെ ഭാഗമായി ഇല്ലാതെ പോയതുകൊണ്ടാണ് ADMKയ്ക്ക് ഒരു നാഥനില്ലാത്ത അവസ്ഥയിലേക്ക് പോയത്. ഇപ്പോൾ പനീർസെൽവമായാലും എടപ്പാടി പളനിസ്വാമി ആയാലും ഒക്കെ അവർക്ക് ഈ പറയുന്നത് പോലെ ഒരു താരാരാധന നൽകാൻ കഴിയുന്ന വിധത്തിലുള്ള ആളുകളല്ല. അവർ ജയലളിതയ്ക്കൊപ്പം ഉണ്ടായിരുന്നു, ജയലളിതയോട് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു എന്നതിനൊക്കെ അപ്പുറം ഈ അണികളുടെ താരവീര പരിവേഷ നായകൻ എന്ന സങ്കല്പം അതുപോലെ ആവർത്തിക്കാൻ പറ്റിയ നേതാക്കളായിരുന്നില്ല അവരാരും. കമൽഹാസനാകട്ടെ ഈ വിജയെപ്പോലെ എല്ലാ തലമുറയിലും പെട്ട ആളുകളെ ഒരു വീരപുരുഷൻ എന്ന നിലയിലൊക്കെ സ്വാധീനിച്ചെടുക്കാൻ കഴിയാത്ത പോയ ഒരാളാണ്. കമൽഹാസൻ വലിയ നടനാണ്, ഉലകനായകനാണ്, ഒരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹം ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന രീതി, അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ രീതി, ആ സിനിമകളിലൂടെ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ രീതിയൊക്കെ വിഭിന്നമാണ്. പക്ഷെ വിജയ് നോക്കുക, കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം ചെയ്ത സിനിമകളിലൂടെയൊക്കെ കൃത്യമായ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം അല്ലെങ്കിൽ സർക്കാർ ഭരണകൂടത്തിനെതിരായിട്ടുള്ള, അതായത് കേന്ദ്രം ഭരിക്കുന്ന BJP ഭരണകൂടത്തിനൊക്കെതിരെ കൃത്യമായ നീക്കങ്ങൾ, അല്ലെങ്കിൽ സാധാരണക്കാരായ കർഷകർ, സാധാരണക്കാരായ തൊഴിലാളികൾ, അവർക്ക് വേണ്ടിയൊക്കെ തൻ്റെ സിനിമകളിലെ നായക പരിവേഷത്തിലൂടെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആരാധകർ ആ വിധത്തിൽ കൂടി ഈ പറയുന്ന വിജയെ കാണുന്നുണ്ട്. ദളപതി വിജയ് എന്ന് പറഞ്ഞാൽ എല്ലാ സമൂഹത്തിലും പെട്ട യുവാക്കൾ മുതൽ വൃദ്ധന്മാർ വരെയുള്ള, അല്ലെങ്കിൽ
ഏത് തലമുറയിൽപ്പെട്ട ആളുകൾക്കിടയിലും സ്ത്രീകൾക്കിടയിലും ഒക്കെ വലിയ ഒരു വീരപരിവേഷമുള്ള ഒരാളാണ് ഈ വിജയ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിജയ് തമിഴ്നാട്ടിലൊരു പാർട്ടി രൂപീകരിക്കുന്നത് നാളെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇപ്പോൾ ഭരിക്കുന്ന DMK മുന്നണിയുടെ ഭാഗമായി, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉൾപ്പെടെ കരുത്തുറ്റൊരു നേതാവായി ഉയർന്നു വരിക എന്ന ഒരൊറ്റ ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു നീക്കം തന്നെയാണ് വിജയ് നടത്തുന്നത്. എന്ന് വെച്ചാൽ DMKയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള അല്ലെങ്കിൽ DMK എന്ന് പറഞ്ഞ പാർട്ടിയുമായി അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ, സ്റ്റാലിനുമായി എന്നൊരു ഏറ്റുമുട്ടലായിരിക്കില്ല വിജയുടെ ലക്ഷ്യം, മറിച്ച് ഇവരുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുമായുള്ള അടുത്ത സൗഹൃദം ഉപയോഗിച്ചുകൊണ്ട് ദേശീയ തലത്തിലേക്ക് ഒരു കരുത്തുറ്റ നേതാവെന്ന നിലയിലേക്ക് ഒരു ഷിഫ്റ്റ് ആയിരിക്കും. അതായത് തെന്നിന്ത്യയിൽ നിന്നുള്ള ഒരു കരുത്തുറ്റ ദേശീയ നേതാവ് എന്ന നിലയിലേക്കുള്ള പൊടുന്നനെയുള്ള ഒരു ഷിഫ്റ്റ് ആയിരിക്കും വിജയ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നടപ്പാക്കാൻ പോകുന്നത്, വിജയ്ക്ക് നടപ്പാക്കാൻ സാധിക്കുന്നത്. രാഹുൽ ഗാന്ധിയുമായി ഏറെക്കാലമായി അടുത്ത സൗഹൃദമുള്ളയാളാണ് ദളപതി വിജയ്. അദ്ദേഹം 2009 കോൺഗ്രസിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നയാളായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ കരിയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യം വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ ഇപ്പോൾ അത് വേണ്ട, മറ്റൊരിക്കലാകട്ടെ എന്ന് പറയുകയും ഒരു വേള ഇപ്പോൾ നടത്തുന്ന ഈ പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനം പോലും രാഹുൽ ഗാന്ധിയുടെ അറിവോടുകൂടിയാണെന്നുമൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വിജയുടെ പാർട്ടി വരുന്നതിൻ്റെ പ്രാഥമികമായ ലക്ഷ്യമെന്ന് പറയുന്നത് താരപുരുഷന്മാരെ താരാരാധനയോടുകൂടി വീരപുരുഷന്മാരായി കാണുന്ന അല്ലെങ്കിൽ സൂപ്പർ താരങ്ങളെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന പാരമ്പര്യമുള്ള AIADMKയുടെ അണികൾ, അതിലെ അംഗങ്ങൾ, അതിലെ നേതാക്കളെയൊക്കെ അടർത്തിയെടുക്കുക, എന്നിട്ട് AIADMKയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് BJPയുടെ വളർച്ച തടയുന്ന വിധത്തിൽ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുക, എന്നാൽ ആ പാർട്ടി DMKയോടൊപ്പം നിൽക്കുക എന്ന് പറയുമ്പോൾ DMKയോടൊപ്പം ചേരാതെ പലവിധ കാരണങ്ങളാൽ AIADMKയിൽ കുടുങ്ങിക്കിടക്കുന്ന BJP ബാന്ധവത്തോട് പോലും കടുത്ത അതൃപ്തിയുണ്ട്, എന്നാൽ പോകാൻ വേറൊരു ഇടമില്ലാതെ കിടക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് അണികളെയും നേതാക്കളെയും ഒക്കെ BJPയിലേക്ക് പോകാതെ തന്നോടൊപ്പം കൂട്ടുക അല്ലെങ്കിൽ വിജയുടെ പാർട്ടിയുടെ ഒപ്പം നിർത്തുക, എന്നിട്ട് അത് DMKയുമായി ചേർന്നുകൊണ്ട് BJP വിരുദ്ധ ഒരു വലിയ ചേരി തമിഴ്നാട്ടിൽ രൂപീകരിക്കപ്പെടുക. അങ്ങനെ വരുമ്പോൾ BJPയുടെ ഒപ്പമുള്ള ഇനി വരാൻ സാധ്യതയുള്ള AIADMKയുടെ ഭാഗമായി നിൽക്കുന്ന പാട്ടാളി മക്കൾ കക്ഷി അടക്കമുള്ള കുറച്ച് കക്ഷികളുണ്ട്. ഇവരൊക്കെ ഒന്നുകിൽ BJP ബാന്ധവം ഉപേക്ഷിച്ച് വിജയുടെ കൂടെ പോകും, അല്ല എന്നുണ്ടെങ്കിൽ BJPക്കൊപ്പമുള്ള പ്രതിപക്ഷം എന്ന് പറയുന്നത് വളരെ ശുഷ്കമായ, അത് ദേശീയ തലത്തിൽ NDAയുടെ ഭാഗമായി ദക്ഷിണേന്ത്യയിൽ നിൽക്കുന്നു എന്ന് പറയുന്ന, തമിഴ്നാട്ടിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ആ കൂട്ടമെന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അതായത് വിജയുടെ കടന്നുവരവോടുകൂടി നഷ്ടപ്പെടുന്നത് സ്റ്റാലിനോ DMKക്കോ ഇന്ത്യ മുന്നണിക്കോ രാഹുൽ ഗാന്ധിക്കോ അല്ല, മറിച്ച് അത് കൊള്ളുന്നത്, അത് അടിയാകുന്നത് BJPക്കാണ്, ഒരു സംശയവും വേണ്ട. അതാണ് ഇപ്പോഴത്തെ തമിഴ്നാട് രാഷ്ട്രീയം.